കാലം ആവശ്യപ്പെടുന്നത് നൽകണം, കാലത്തിനൊപ്പം സഞ്ചരിക്കണം. സിഡ്സി ക്ലാസ് റൂം ലേണിംഗ് ആപ്പ് നിങ്ങൾക്കൊപ്പം കാലത്തിനൊപ്പം. ഇനി പഠന പൂർണ്ണത, സംതൃപ്ത പഠനം, മികവുറ്റ വിജയം. ഇപ്പോൾ തന്നെ സിഡ്സി ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ, രജിസ്റ്റർ ചെയ്യൂ. ഇനി മുതൽ A+ അല്ല, ഫുൾ മാർക്കും നേടാം. നമസ്കാരം. 2ാം വർഷ ഗണിതശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇയറിൽ പഠിച്ചതിന് വ്യത്യസ്തമായ ഒരു പാറ്റേണാണ് സെക്കൻഡ് ഇയറിൽ നമ്മൾ പഠിക്കുന്നത്. ചാപ്റ്ററിൻ്റെ എണ്ണത്തിൽ അല്പം കുറവുണ്ടെങ്കിലും കണ്ടൻറ്റ് കൂടുതലാണ്. മാത്രമല്ല ഫസ്റ്റ് ഇയറിനേക്കാൾ അല്പം ടഫ് എന്ന് പറയാവുന്നൊരു പോർഷൻ സെക്കൻഡ് ഇയറിലുണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ വർഷത്തെ കുട്ടികളുടെ പ്രവണത വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ഫുൾ മാർക്ക് കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ഇയറിലെ പോർഷനിൽ നിന്നാണ്. അവിടെയും ഫോക്കസ് ഏരിയ ബേസ്ഡ് ഉണ്ടെങ്കിൽ തന്നെയും നമ്മൾ പഠിപ്പിക്കുമ്പോഴെല്ലാം ആദ്യം മൊത്തത്തിലാണ് പഠിപ്പിക്കുന്നത്. പ്രധാനമായും നിങ്ങൾക്കുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 14 ചാപ്റ്റേഴ്സാണ്. ഫസ്റ്റ് ഇയറിൻ്റെ കണ്ടിന്യൂറ്റിയുള്ള ചാപ്റ്ററുകളുണ്ട്, കണ്ടിന്യൂറ്റി ഇല്ലാത്ത ചാപ്റ്ററുകളുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഏറ്റവും വലിയ ചാപ്റ്ററുകളിലൊന്നായ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള 5 ചാപ്റ്ററുകൾ ഈ ടെക്സ്റ്റിൽ ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഒക്കെ നല്ലവണ്ണം പഠിച്ചെങ്കിൽ മാത്രമേ അതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡീറ്റെയിലായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്ന ചാപ്റ്ററാണ് മെട്രിക്സ്. മെട്രിക്സിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ പൊതുവെ കുട്ടികൾക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററുകളിൽ ഒന്നാണ് മെട്രിക്സ്. മെട്രിക്സിനും കണ്ടിന്യൂറ്റി ഉണ്ട്. നെക്സ്റ്റ് ഒരു ചാപ്റ്റർ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഇതിനകത്തു നിന്നൊക്കെ ഒരു മാർക്ക് പോലും പോകാതെ, ഒരു കാൽക്കുലേഷനും എററും സംഭവിക്കാതെ ഫുൾ മാർക്ക് മേടിക്കാവുന്ന, കുട്ടികൾ മേടിക്കുന്ന ഒരു ചാപ്റ്ററാണ് മെട്രിക്സ്. ഇതാ നോക്കാം, എന്താണ് മെട്രിക്സ്? എന്താണ് മെട്രിക്സ്? എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ്. റോയും കോളവുമായി സംഖ്യകളെ അറേഞ്ച് ചെയ്തിരുന്ന രീതിക്ക് പറയുന്ന പേരാണ് മെട്രിക്സ്. ഒന്നുകൂടി, എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ആർ കാൾഡ് മെട്രിക്സ്. ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ സംഖ്യകളെ വരിയും നിരയുമായി എഴുതുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഇവിടെ 2 വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. 2 വാക്കുകൾ? റോസ് ആൻഡ് കോളംസ്. റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വരി, കോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിര. ക്ലിയർ ആയല്ലോ? അപ്പോൾ എ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളംസ് ആർ കാൾഡ് മെട്രിക്സ്. സംഖ്യകളെ വരിയും നിരയുമായി എഴുതുന്ന രീതിക്ക് പറയുന്ന പേരാണ് മെട്രിക്സ്. നോക്കൂ, മെട്രിക്സിൻ്റെ എക്സാമ്പിളുകളാണ്. A = 1 2 3 4 ഒരു മെട്രിക്സ്. B = A B C D E F another type matrix. C = 1.5 3.7 √2 6 A B 5/2 9 7. ഇവയെല്ലാം തന്നെ മെട്രിക്സിന് എക്സാമ്പിൾസ് ആണ്. ഫസ്റ്റ് മെട്രിക്സ് എ. ഇങ്ങനെ മെട്രിക്സ് എഴുതുന്നത് A = മെട്രിക്സ് 1 2, അല്പം സ്പേസ് മനസ്സുകൊണ്ടിട്ടിട്ട് 1 2. ആ 2 കഴിഞ്ഞ് അല്പം സൈലൻറ്റ്. ദാറ്റ് മീൻസ് നമ്മൾ നെക്സ്റ്റ് റോയിലാണ് എഴുതുന്നത്. 1 2 3 4. ക്ലിയർ ആയല്ലോ? അടുത്ത B = മെട്രിക്സ് A B C D E F. എല്ലാം കൂടെ നമ്മൾ ഒറ്റ റോയായിട്ടല്ല എഴുതുന്നത്. ശ്രദ്ധിക്കൂ, മെട്രിക്സ് A B C, ഒരു സൈലൻറ്റ്, അത് കഴിഞ്ഞ് D E F. നെക്സ്റ്റ് C = മെട്രിക്സ് 1.5 3.7 √2 6 A B 5/2 9 7. ഇതെല്ലാം തന്നെ മെട്രിക്സിന് എക്സാമ്പിളാണ്.
ഈ എക്സാമ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മെട്രിക്സിനെ കുറിച്ച് മനസ്സിലായി. എന്താണ് മനസ്സിലായത്? ഒന്നാമത്തത്, മെട്രിക്സിൻ്റെ നെയിം, പേര് ക്യാപിറ്റൽ ലെറ്ററാണ്. ഉള്ളിൽ ഡിജിറ്റ്സിനെ, നമ്പേഴ്സിനെ, ലെറ്റേഴ്സിനെ അല്പം സ്പേസ് വിട്ട് റെക്റ്റാങ്കിൾ ഷേപ്പിൽ എഴുതും. നോക്കൂ, ഇതൊരു സ്ക്വയറാണ്, ഇത് റെക്റ്റാങ്കിളാണ്. ഇതിനകത്ത് തന്നെ എലമെൻറ്റുകൾ നോക്കുക. ആൽഫബറ്റിക് ഓർഡർ മീൻസ് വേരിയബിൾസ് ആയിട്ടുള്ള എയും ബിയും സി ഒക്കെ വന്നിട്ടുണ്ട്, ഫ്രാക്ഷൻസ് വന്നിട്ടുണ്ട്, ഡെസിമൽസ് വന്നിട്ടുണ്ട്, ഇറാഷണൽ നമ്പർ വന്നിട്ടുണ്ട്. ഇതിങ്ങനത്തുള്ളതാണ് ഈ എക്സാമ്പിൾ കൊണ്ടുള്ള നിങ്ങൾക്കുണ്ടാകുന്ന പ്രയോജനങ്ങൾ. അപ്പോൾ മെട്രിക്സിൻ്റെ പേരെല്ലായ്പ്പോഴും എന്തായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ഒന്നുകൂടി, മെട്രിക്സ് ഈസ് ദ റെക്റ്റാങ്കുലർ അറേ ഓഫ് നമ്പേഴ്സ് അറേഞ്ച്ഡ് ഇൻ റോസ് ആൻഡ് കോളം. വരിയും നിരയുമായി സംഖ്യകളെ അടയാളപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ മെട്രിക്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, നമ്മൾ മെട്രിക്സിനെ തിരിച്ചറിയുന്നത് അതിൻ്റെ ഓർഡർ വെച്ചാണ്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്താണ്? മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് ഈസ് കാൾഡ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. എന്താണ്? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. നമ്മൾ ഇൻറ്റു എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും അവിടെ ഇൻറ്റു ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്, ഒരിക്കലും മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാറില്ല. പക്ഷേ അത് റീഡ് ചെയ്യുന്നത് ബൈ എന്ന് പറഞ്ഞ ഒരു ടേമിലൂടെ ആയിരിക്കും. ദാറ്റ് ഈസ്, ശ്രദ്ധിക്കൂ, ഓർഡർ മീൻസ് നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്. ഇതിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്മൾ ഇൻറ്റു ഇട്ട് എഴുതുന്നെങ്കിലും റീഡ് ഇറ്റ് ആസ് ബൈ ഇട്ടാണ് നമ്മൾ അതിനെ പറഞ്ഞു വരുന്നത്. അപ്പം നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ് വായിക്കുന്നത് ബൈ ആണ്. മനസ്സിലായി കാണത്തില്ല. ഇതാ ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു 1 2 3 4. ശ്രദ്ധിക്കുക, ഇതിനകത്ത് എത്ര റോ ഉണ്ടെന്ന് നോക്കണം. എന്തോ റോ? ഹൊറിസോണ്ടൽ ലൈനിന് പറയുന്ന പേരാണ് റോ. വെർട്ടിക്കലായിട്ടാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ പറയും കോളം എന്ന് പറയും. വരിയും നിരയും. ക്ലിയർ ആയല്ലോ? വരി, നിര. അപ്പോൾ റോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഫസ്റ്റ് റോയാണ്. ശ്രദ്ധിക്കുക, ഇത് R1 ഫസ്റ്റ് റോ, ഇത് R2 സെക്കൻഡ് റോ. കോളത്തിൻ്റെ കാര്യം പറയുമ്പോൾ വെർട്ടിക്കൽ ഇത് C1 C2. ശ്രദ്ധിക്കൂ, ഇതിനകത്ത് നമ്പർ ഓഫ് റോയുടെ എണ്ണം എന്ന് പറയുന്നത് 2ആണ്. നമ്പർ ഓഫ് കോളംസിൻ്റെ എണ്ണം അതും 2ആണ്. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഈസ് ഈക്വൽ ടു 2/2. ഞാൻ എഴുതിയത് 2 × 2 എന്നാണെങ്കിലും വായിച്ച് റീഡ് ഇറ്റ് ആസ് 2/2. ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എ മെട്രിക്സ് ഈസ് ദ നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളംസ്, അതിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ കണ്ടുപിടിക്കുന്നതിന് നമ്പർ ഓഫ് റോ ഇൻറ്റു നമ്പർ ഓഫ് കോളം, വരി ഇൻറ്റു നിര. പക്ഷേ വായിക്കുന്നത് ഇതൊരു 2/2 മെട്രിക്സ് ആണ്. 2/2 മെട്രിക്സ് ആണ്. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻ 2 റോസ് ആൻഡ് 2 കോളംസ്. ഇനി നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. ശ്രദ്ധിക്കുക, ബി ഈസ് ഈക്വൽ ടു 1 3 7. ഇത് അനദർ ടൈപ്പ് ഓഫ് മെട്രിക്സ് ആണ്. 1 3 7. ശ്രദ്ധിക്കൂ, നമ്പർ ഓഫ് റോസ് എത്ര എണ്ണം നോക്കൂ. റോസിൻ്റെ എണ്ണം 1
2 3 റോസ്. ക്ലിയർ ആണല്ലോ. ഇനി കോളം എന്ന് പറയുന്നത് ഒരേ ഒരു കോളം മാത്രമേ ഉള്ളൂ, only one column. Then order is equal to 3/1. That is, it contains 3 rows and only 1 column. 3/1 matrix. Clear ആയല്ലോ. 3 റോസും 1 columns. Another example, 1 5 7 -7 -3 8 0 1 7 4. നോക്കൂ, റോസ് 3 ആണ്, കോളംസ് 3 ആണ്, ഓർഡർ എന്ന് പറയുന്നത് 3 റോസും 3 കോളംസും. ദാറ്റ് ഈസ് 3/3 മെട്രിക്സ്. നോക്കൂ, 3/3. അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞ 3/1, സെക്കൻഡ് 3/3. എന്തുവാ 3/3യുടെ അർത്ഥം? ദാറ്റ് മെട്രിക്സ് കണ്ടെയ്ൻ 3 റോസ് ആൻഡ് 3 കോളംസ്. 3 റോയും 3 കോളവും ഉള്ളതാണ് ആ മെട്രിക്സിൻ്റെ പ്രത്യേകത. നോക്കൂ, ബി ഉണ്ട്, ദെൻ സി. റോസ് ഈസ് ഈക്വൽ ടു 3, columns is equal to 3, then order is equal to, order of the matrix is equal to 3/3. Clear ആയല്ലോ. That is number of rows into number of column. അതിന് പറയുന്ന പേരാണ് order of a matrix. അതിന് ഒരു എക്സാമ്പിളോട് നമുക്ക് ചർച്ച ചെയ്യാം. നോക്കൂ, എഫ് എന്ന് പറഞ്ഞൊരു മെട്രിക്സ് ആയിക്കോട്ടെ. പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ. മെട്രിക്സിനുള്ളിൽ എലമെൻ്റ് എഴുതിയിട്ടുണ്ടെങ്കിൽ എങ്ങനത്തുള്ളതായിരിക്കും? സ്മാൾ നമ്പേഴ്സാണ് എഴുതാറുള്ളത്. ശ്രദ്ധിക്കുക, പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് വൈ. എത്ര റോ ഉണ്ട്? നമ്പർ ഓഫ് റോസ്. നമ്പർ ഓഫ് റോസ് എത്രയാ? 2. നമ്പർ ഓഫ് കോളംസോ? 5. Then order is equal to number of rows into number of columns. That is 2/5. 2/5 matrix contain 2 rows and 5 columns. Clear ആയല്ലോ. 2 rows and 5 column. 2 റോയും, നോക്കൂ, ഇത് R1 ആണ്, ഇത് R2 ആണ്. ഫസ്റ്റ് റോ, സെക്കൻഡ് റോ. ഇനി കോളം ദാ നോക്കൂ, പിയും യുവും ഉൾക്കൊള്ളുന്ന C1, ഇത് C2, C3, C4, C5. എന്താണ് C5ൻ്റെ മീനിങ്? 5th കോളം, 4th കോളം. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ളവ കോളത്തെയും ഹൊറിസോണ്ടലായിട്ടുള്ളവ റോയെയും റെപ്രസെൻ്റ് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ. അപ്പോൾ എന്താണ് ഓർഡർ? നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളം ഈസ് കാൾഡ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. നമ്പർ ഓഫ് റോസ് ഇൻറ്റു നമ്പർ ഓഫ് കോളത്തിന് പറയുന്ന പേരാണ് ഓർഡർ ഓഫ് എ മെട്രിക്സ്. അടുത്ത് തേർഡ് നമ്മൾ പഠിക്കുന്നതാണ് ടൈപ്സ് ഓഫ് മെട്രിക്സ്. മെട്രിക്സുകളുടെ ടൈപ്പുകൾ, എങ്ങനത്തുള്ള മെട്രിക്സുകളൊക്കെ ആണ്. നോക്കൂ, ഈ ടൈപ്സ് ഓഫ് മെട്രിക്സ് പറയുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ഓർക്കുന്നത് റോ മെട്രിക്സ് ആണ്. റോ മെട്രിക്സ്. എന്ത് റോ മെട്രിക്സ്? ആ പേര് തന്നെ എടുത്ത് പറയണമെങ്കിൽ എന്തോ ഒരു ഇമ്പോർട്ടൻസ് അവിടെ റോയ്ക്ക് വന്നിട്ടുണ്ട്. നമ്മളെ ചില സിനിമകളുടെയൊക്കെ പേരുകൾ നോക്കി ഞങ്ങൾക്കറിയാം. ചില കഥാപാത്രങ്ങളുടെ പേരുകളായിരിക്കും സിനിമയുടെ പേരായിട്ട് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രധാനപ്പെട്ട കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകൾ നോക്കിയാൽ മതി. മീൻസ് അവരായിരിക്കും അതിനകത്തെ മെയിൻ റോൾ, അല്ലെങ്കിൽ അവരുടെ കഥാപാത്രത്തിൻ്റെ പേരായിരിക്കും. എന്ന് പറഞ്ഞതുപോലെ റോ മെട്രിക്സ് മീൻസ് എന്തായിരിക്കും? എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. ഒരു റോ മാത്രമുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് റോ മെട്രിക്സ്. എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. ഒരു റോ മാത്രമുള്ള മെട്രിക്സിനെ റോ മെട്രിക്സ് എന്ന് പറയുന്നു. ഇതാ നോക്കൂ, എക്സാമ്പിൾ
A is equal to 1, 2. 1, 2. ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഓർഡർ എഴുതുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് റോയും കോളവും സ്പെസിഫൈ ചെയ്ത് പറയണം. റോ എന്ന് പറയുന്നത് 1 ആണ്, കോളം എന്ന് പറയുന്നത് 2 ആണ്. ഇതിൻ്റെ ഓർഡർ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് 1/2 മെട്രിക്സ്. ദാറ്റ് ഈസ് 1 row and 2 columns. Another example, B is equal to A, B, C. ശ്രദ്ധിക്കൂ, റോ എന്ന് പറയുന്നത് 1 ആണ്, കോളം എന്ന് പറയുന്നത് 3 ആണ്. ദെൻ ഓർഡർ ഈസ് ഈക്വൽ ടു 1/3. നമ്പർ ഓഫ് റോ ഇൻറ്റു നമ്പർ ഓഫ് കോളം, അതിനെയാണ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു റോ ആൻഡ് 3 കോളംസ്, 1 റോയും 3 കോളവും. ക്ലിയർ ആയി കാണുമല്ലോ. ദാറ്റ് ഈസ് കാൾഡ് 1/3 മെട്രിക്സ്. ഇപ്പോൾ ഈ മെട്രിക്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു റോ മെട്രിക്സ് ആണ്. അപ്പോൾ എന്താണ് റോ മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. അപ്പോൾ നമ്മൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ റോ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനി 1/n മെട്രിക്സ് ആണ്. എനി 1/n, ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോളംസ് എത്ര വേണമെങ്കിലും ആകാം, ബട്ട് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു 1. റോയുടെ ഒരു റോ മാത്രമേ വരാവൂ. ശ്രദ്ധിക്കാം, എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റോ മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ. ഇനി ജനറലായിട്ട് പറയുകയാണെങ്കിൽ എനി 1/n മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ റോ മെട്രിക്സ്. എനി 1/n, that means number of rows is equal to 1, but number of columns be 1, 2, 3 etc. n-ന്റെ സ്ഥാനത്ത് 1, 2, 3, 4 എല്ലാം വരാം. that type matrix is called row matrix. അപ്പോൾ അങ്ങനത്തുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് റോ മെട്രിക്സ്. ഇപ്പോൾ നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇപ്പോൾ ആദ്യം നമ്മൾ റോ മെട്രിക്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് എന്തായിരിക്കും? കോളം മെട്രിക്സ്. ശരിയല്ലേ? ഇതാ നോക്കൂ, സെക്കൻഡ് ടൈപ്പാണ് കോളം മെട്രിക്സ്. സെക്കൻഡ് കോളം മെട്രിക്സ്. എന്താണ് കോളം മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ കോളം മെട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 കോളം. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. ഇപ്പോൾ അവൻ്റെ എക്സാമ്പിൾ നോക്കാം. എ ഈസ് ഈക്വൽ ടു 1, 2. ഹിയർ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 ആണ്, കോളംസ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ ഓർഡർ ഈസ് ഈക്വൽ ടു 2/1. 2/1 means it contains 2 rows and only 1 column. Then second example, B is equal to 4, 5, 6, 7. That is row is equal to 4 but columns is equal to 1. Then order is equal to 4/1. ക്ലിയർ ആയി കാണുമെന്ന് പറയുന്നു. 4 റോസ്, ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ഫോർത്ത് റോ. ദെൻ ടോട്ടൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 4 ആണ്, കോളം 1 ആണ്. ദാറ്റ് ഈസ് 4/1 മെട്രിക്സ്. 4/1 മെട്രിക്സ്. റോ 4 ആണ്, കോളം 1 ആണ്. ദാറ്റ് ഈസ് ഓർഡർ ഈസ് ഈക്വൽ ടു 4/1. ഇനി പറയൂ, എന്തായിരിക്കും കോളം മെട്രിക്സ്? A matrix is said to be a column matrix if it has only 1 column. ഒരു കോളം മാത്രമുള്ള മെട്രിക്സിനെ കോളം മെട്രിക്സ് എന്ന് പറയുന്നു. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിനെ ജനറലായി പറയാം. അങ്ങനെ ജനറലായി പറയുന്നത്, ഇനി m/1 മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ കോളം മെട്രിക്സ്. m/1. m/1. എന്താണ് m/1ൻ്റെ പ്രത്യേകത? m റോസ് ഉണ്ട്, 1 കോളമേ ഉള്ളൂ. ദാറ്റ് മീൻസ് നമ്പർ ഓഫ് റോസ് ബി
any number 1 2 3 4 etc. but column will be fixed only one column. Clear ആയല്ലോ? that type matrix എന്ന് പറയുന്ന പേരാണ് കോളം മെട്രിക്സ്. അപ്പോൾ റോ മെട്രിക്സിൻ്റെ ഓർഡർ എന്തായിരുന്നു? 1/n. കോളം മെട്രിക്സിൻ്റെയോ m/1. ക്ലിയർ ആയല്ലോ? ഇനി എത്ര എക്സാമ്പിൾ വേണമെങ്കിലും ഇത് വെച്ച് നമുക്ക് എഴുതാൻ പറ്റും. അതിൻ്റെ തന്നെ തേർഡ് ടൈപ്പാണ്, ശ്രദ്ധിക്കുക, സ്ക്വയർ മാട്രിക്സ്. സ്ക്വയർ മാട്രിക്സ് എന്താണ് സ്ക്വയറിൻ്റെ അർത്ഥം? സ്ക്വയർ ഇപ്പോൾ റെക്റ്റാങ്കിൾ പോലെ ഷേപ്പുള്ളൊരു ഫിഗറാണ് സ്ക്വയർ. എന്താ സ്ക്വയറിൻ്റെ പ്രത്യേകത? ലെങ്തും ബ്രെഡ്ത്തും ഈക്വലാണ്, അത് സ്ക്വയർ. പക്ഷേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? സ്ക്വയർ മെട്രിക്സ് ആണ്. അപ്പോൾ ഈ സ്ക്വയർ മെട്രിക്സ് വരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ടോ? സ്ക്വയർ മെട്രിക്സ് വരുമ്പോൾ ഇതാ തോന്നുന്നു, പലർക്കും ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എന്താണ്? എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. നമ്പർ ഓഫ് റോയും കോളവും ഈക്വൽ ആണെങ്കിൽ അത്തരം മെട്രിക്സിന് പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. വരികളുടെ എണ്ണവും നിരയുടെ എണ്ണവും തുല്യമാണെങ്കിൽ ദാറ്റ് ടൈപ്പ് മെട്രിക്സ് ഈസ് കാൾഡ് സ്ക്വയർ മെട്രിക്സ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ്. നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് മെട്രിക്സ് ഈസ് കാൾഡ് സ്ക്വയർ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും കൃത്യമായിട്ട് വരികയാണെങ്കിൽ അവയ്ക്ക് പറയുന്ന പേരാണ് സ്ക്വയർ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാകാം? 1/1 മെട്രിക്സ് ആകാം, 1 റോ 1 കോളം. 2/2 മെട്രിക്സ് ആകാം, 2 റോസ് 2 കോളംസ്. 3/3 മെട്രിക്സ് ആകാം, 3 റോസ് 3 കോളംസ്. 4/4 മെട്രിക്സ് ആകാം, 4 റോസ് 4 കോളംസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ 1/1 മെട്രിക്സും 2/2 മെട്രിക്സും 3/3 മെട്രിക്സും 4/4 മെട്രിക്സും സ്ക്വയർ മെട്രിക്സിന് എക്സാമ്പിളാണ്. നോക്കൂ ഒരു എക്സാമ്പിൾ. നോക്കൂ, ഹിയർ റോസ് ഈസ് ഈക്വൽ ടു 2, കോളം ഈസ് ഈക്വൽ ടു 2, ദെൻ ഓർഡർ ഈസ് ഈക്വൽ ടു 2/2 മെട്രിക്സ്. അനദർ എക്സാമ്പിൾ, B is equal to A, B, C, D, E, F minus G, H, I. Rows is equal to 3, columns is equal to 3, then order is equal to 3/3. 3/3 matrix means it contains 3 rows and 3 columns. 3 റോയും 3 കോളവും. ദാറ്റ് ടൈപ്പ് മെട്രിക്സ് ഈസ് കാൾഡ് സ്ക്വയർ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? ഇനി ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ട്. നോക്കൂ, 2/2 3/3. നോക്കൂ, ഇതിനകത്ത് തേർഡ് ഒരു എക്സാമ്പിൾ ഇവിടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. എന്തായിരിക്കും അടുത്ത എക്സാമ്പിൾ? നോക്കൂ, C is equal to A. only 1 element, A മാത്രം. ശ്രദ്ധിക്കുക, നമ്പർ ഓഫ് റോസ് 1 ആണ്, കോളംസും 1 ആണ്. ദെൻ ഓർഡർ എന്ന് പറയുന്നത് 1/1 മെട്രിക്സ് ആണ്. റോ 1 ആണ്, കോളവും 1 ആണ്. ദെൻ ഓർഡർ ഈസ് ഈക്വൽ ടു 1/1. എഴുതിയത് 1 × 1 ആണ്, പക്ഷേ വായിച്ചത് എങ്ങനെയാണ്? 1/1. ക്ലിയർ ആയല്ലോ? ഇനി ഈ മെട്രിക്സിൻ്റെ പ്രത്യേകതയുണ്ട്. നോക്കൂ, ഇത് റോ മെട്രിക്സ് ആണ്, ഇത് കോളം മെട്രിക്സ് ആണ്. അതോടൊപ്പം തന്നെ ഇതിനെ എന്തായി കണക്കാക്കാം? സ്ക്വയർ മെട്രിക്സായും കണക്കാക്കാം. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ്, സീറോ മെട്രിക്സ്. എന്താണ് സീറോ മെട്രിക്സ്? ആ പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സീറോ മെട്രിക്സ് ഇഫ് ആൾ ദ എലമെൻറ്റ്സ് ആർ സീറോ. എല്ലാ എലമെൻറ്റുകളും, അംഗങ്ങളും, മെമ്പറുകളും സീറോ വരികയാണെങ്കിൽ
ആ മെട്രിക്സിന് പറയുന്ന പേരാണ് സീറോ മെട്രിക്സ് ഓർ നൾ മെട്രിക്സ്. ശ്രദ്ധിച്ചല്ലോ. അപ്പോൾ എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ സീറോ മെട്രിക്സ് ഇഫ് ആൾ ദി എലമെൻറ്റ്സ് ആർ സീറോ. എല്ലാ എലമെൻറ്റുകളും എല്ലാ അംഗങ്ങളും സീറോ വരികയാണെങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിന് പറയുന്ന പേരാണ് സീറോ മെട്രിക്സ്. ശ്രദ്ധിക്കൂ, എ ഈസ് ഈക്വൽ ടു സീറോ ഒരു സീറോ മെട്രിക്സ് ആണ്. ബി ഈസ് ഈക്വൽ ടു 0 0 0 0 അനദർ ടൈപ്പ് സീറോ മെട്രിക്സ് ആണ്. 3 സി ഈസ് ഈക്വൽ ടു 0 0 0 0 0 0 0 0 0 ഇതും സീറോ മെട്രിക്സ് ആണ്. എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി സീറോ മെട്രിക്സ് ഇഫ് ആൾ ദ എലമെൻറ്റ്സ് ആർ സീറോ. എല്ലാ എലമെൻറ്റുകളും സീറോ ആണെങ്കിൽ ദാറ്റ് ടൈപ്പ് മെട്രിക്സ് ഈസ് കാൾഡ് സീറോ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ. ഒരു മെട്രിക്സിലെ എല്ലാ സംഖ്യകളും എല്ലാ എലമെൻറ്റുകളും സീറോ ആണെങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിന് പറയുന്ന പേരാണ് സീറോ മെട്രിക്സ്. വേറെ പേരെന്നാ? നൾ മെട്രിക്സ്. ക്ലിയറാ? നെക്സ്റ്റ് ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സ് ശ്രദ്ധിക്കുക. ഇനിയുള്ള ഒന്ന് രണ്ട് മെട്രിക്സുകൾ നിങ്ങൾക്ക് അല്പം ഡൗട്ട് തോന്നാവുന്ന മെട്രിക്സുകളാണ്. ഡയഗണൽ മെട്രിക്സ്. എന്തോ ഡയഗണൽ മെട്രിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എ മെട്രിക്സ് ഈ സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ്. ഒരു മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് ആകണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് വേണ്ടത് ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ്. അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതൊരു സ്ക്വയർ മെട്രിക്സ് എന്ന് വെച്ച അർത്ഥം നമ്പർ ഓഫ് റോസും കോളംസും ഈക്വലായിട്ടുള്ള മെട്രിക്സ് ആയിരിക്കണം. അപ്പോൾ ഒന്നുകൂടി, എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. ഫസ്റ്റ് കണ്ടീഷൻ. രണ്ടാമത്, ഓൺലി ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ എക്സിസ്റ്റിംഗ്, അതർ എൻട്രീസ് ആർ സീറോ. ബാക്കിയുള്ള എൻട്രികൾ സീറോ ആയിരിക്കണം. ഒന്നുകൂടി, ഇപ്പോൾ നമുക്ക് ഇത് രണ്ട് പോയിൻ്റ് കൂടെ കണക്ട് ചെയ്ത് പറയാം. എ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ്, അതല്ലെങ്കിൽ എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൺലി എക്സിസ്റ്റിംഗ്, അതർ എൻട്രീസ് ആർ സീറോ. ഡയഗണൽ എലമെൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യണം, ബാക്കിയുള്ളവ അപ്പർ ഡയഗണലും ലോവർ ഡയഗണൽ എലമെൻറ്റും അപ്പർ ട്രയാങ്കുലർ മെട്രിക്സും ലോവർ ട്രയാങ്കുലർ മെട്രിക്സും സീറോ ആയിട്ട് വരിക. ദാറ്റ് ആർ കാൾഡ് ഡയഗണൽ മെട്രിക്സ്. പറഞ്ഞപ്പോൾ ക്ലിയർ ആയില്ല, ഞാൻ എക്സാമ്പിൾ എഴുതുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. നിങ്ങൾ ഈ എക്സാമ്പിൾ ഒന്ന് പരിശോധിക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആണ്. ഡയഗണൽ മെട്രിക്സ് ആണെങ്കിൽ മാത്രമേ അതിന് ഡയഗണൽ എടുക്കാൻ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിനകത്താണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡയഗണൽ മെട്രിക്സ് വരേണ്ടത്. ഒന്നുകൂടി, എ സ്ക്വയർ മെട്രിക്സ് ആയിരിക്കുകയും ചെയ്യണം. അതിൻ്റെ ഡയഗണൽ 4 5 4 5. ഇതിനെയാണ് മെയിൻ ഡയഗണൽ എന്ന് പറയുന്നത്. മെയിൻ ഡയഗണൽ. അപ്പോൾ അല്ലാത്ത ഡയഗണൽ ഏതാണ്? ഓഫ് ഡയഗണൽ. ഇപ്പോൾ വിട്ടേക്കുക. ഇതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഡയഗണൽ എലമെൻറ്റ് മാത്രമേ എക്സിസ്റ്റ് ചെയ്യും. മെയിൻ ഡയഗണൽ, പ്രധാനപ്പെട്ട ഡയഗണൽ ഇതാണ്. 4ഉം 5ഉം ഉൾക്കൊള്ളുന്ന ഡയഗണൽ. ഇങ്ങനെയാണ് നമ്മൾ ഡയഗണൽ വരയ്ക്കുന്നത്. 4 5. ഇവിടെ നോക്കൂ, 1 + i 1 + i 1 + i. ഇതന്നെയാണ് ഡയഗണൽ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഞാൻ അല്പം അതിനെ
ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. 1 + i, 8 + i, 7 + i. ഹിയർ ഡയഗണൽ എലമെൻറ്റ് 7 - 9p. എന്തു ഇതിൻ്റെ പ്രത്യേകത? ഡയഗണൽ ഭാഗത്ത് മാത്രമേ എലമെൻ്റ് ഉള്ളൂ, അതർ എലമെൻറ്റുകളെല്ലാം 0 ആണ്. അതാ നോക്കൂ, ഹിയർ ഡയഗണൽ ഭാഗത്ത് മാത്രം എലമെൻറ്റ്, ഡയഗണൽ ഭാഗത്ത് മാത്രമേ എലമെൻറ്റുകൾ വന്നിട്ടുള്ളൂ. അതർ എൻട്രീസ്, അതിൻ്റെ മുകളിലും താഴെയുമുള്ള എലമെൻറ്റുകൾ 0 എലമെൻ്റാണ്, 0 ആണ്. അപ്പോൾ എന്താണ് ഡയഗണൽ മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൺലി എക്സിസ്റ്റിംഗ്, അതർ എൻട്രീസ് ആർ 0. ഡയഗണൽ എലമെൻറ്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യുകയും ബാക്കിയുള്ളവ 0 വരികയും ചെയ്താൽ ദാറ്റ് ഈസ് കാൾഡ് ഡയഗണൽ മെട്രിക്സ്. ഒന്നുകൂടി, എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ ഡയഗണൽ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൺലി എക്സിസ്റ്റിംഗ്. ഡയഗണൽ എലമെൻറ്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്നു, അതർ എൻട്രീസ് ആർ 0, ബാക്കിയുള്ള എൻട്രികൾ 0 ആയിരിക്കും. ദാറ്റ് ടൈപ്പ് മെട്രിക്സ് ഈസ് കാൾഡ് ഡയഗണൽ മെട്രിക്സ്. ആ മെട്രിക്സിന് പറയുന്ന പേരാണ് ഡയഗണൽ മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? സ്കേലാർ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിനകത്ത് ഒരു ചെറിയ ഡിഫറൻസ് വരുത്തിയാൽ അത് സ്കേലാർ മെട്രിക്സ് ആകും. എന്താണ് ഡിഫറൻസ്? നോക്കൂ, എക്സാമ്പിൾ പറയാം, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കാര്യങ്ങൾ ക്ലിയർ ആവും. അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യാം. A is equal to 4004. B is equal to 1 + i 0 0 0 1 + i 0 0 0 1 + i. Then C is equal to 7 0 0 0 0 7 0 0 0 0 7 0 0 0 0 7. ശ്രദ്ധിക്കുക, ഇത് മൂന്നും സ്കേലാർ മെട്രിക്സിന് എക്സാമ്പിളാണ്. ഇനി ഞാൻ പറയാതെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. എന്താണ് ആദ്യത്തെ ഡെഫിനിഷനകത്ത് ഞാൻ പറഞ്ഞത്? എ സ്ക്വയർ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എന്നാണ്. ഇനി ഞാൻ ആ സ്ക്വയർ എന്ന് പറഞ്ഞ വാക്ക് പിൻവലിച്ചു, പകരം അവിടെ ഡയഗണൽ മെട്രിക്സ് പോസ്റ്റ് ചെയ്യുന്നു. എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ. ഡയഗണൽ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ് ഡയഗണൽ മെട്രിക്സ്? ഡയഗണൽ ഭാഗത്ത് മാത്രം എലമെൻറ്റ് വരുന്ന മെട്രിക്സിനെയാണ് ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഓൺലി എക്സിസ്റ്റിംഗ്. അതൊക്കെ. പിന്നെ എന്ത് പ്രത്യേകതയാണ്? ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ഡയഗണൽ എലമെൻറ്റ്സുകൾ ഈക്വലാണ്. ക്ലിയർ ആയല്ലോ? ഒന്നുകൂടി, അപ്പോൾ ഡെഫിനിഷൻ എന്താണ്? എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ഡയഗണൽ എലമെൻറ്റ് ഈക്വൽ ആയതുകൊണ്ട് ആ ടൈപ്പ് മെട്രിക്സിന് പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. അപ്പോൾ എ മെട്രിക്സ് ഈസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. ഡയഗണൽ എലമെൻറ്റ്സുകൾ ഈക്വൽ ആണെങ്കിൽ ആ ടൈപ്പ് മെട്രിക്സിന് പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. ഇനി ഡെഫിനിഷൻ ഇച്ചിരി ആധികാരികമായി പറയണമെന്നുണ്ടെങ്കിൽ, സ്കേലാർ മെട്രിക്സ് ആർ ദ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ, അല്ലെങ്കിൽ സെയിം. ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലായിട്ട് വരുന്ന മെട്രിക്സിന് പറയുന്ന പേരാണ് സ്കേലാർ മെട്രിക്സ്. ഹിയർ 4004 ഈക്വലാണ്. 1 + i 0 0 0 1 + i 0 0 0 1 + i. അവിടെയും ഡയഗണൽ എലമെൻറ്റ്സ് ഈക്വലാണ്. ലാസ്റ്റ് ഒരു 4/4 മെട്രിക്സ് ആണ്. 7 0 0 0 0 7 0 0 0 0 7 0 0 0 0 7. ക്ലിയർ ആയല്ലോ? ഇവിടെ ഡയഗണൽ ഭാഗത്ത് വരുന്ന എലമെൻറ്റുകളെല്ലാം ഈക്വലാണ്. ആ ടൈപ്പ് മെട്രിക്സിനെയാണ് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് മെട്രിക്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഈ ടൈപ്പിലുള്ളത് ശ്രദ്ധിക്കുക, ഐഡൻറ്റിറ്റി മെട്രിക്സ്. നോക്കൂ, A is equal to 1 0 0 1.
നെക്സ്റ്റ് ബി ഈസ് ഈക്വൽ ടു 1 0 0 0 1 0 0 0 1. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 1 0യും 0യും 1. എന്താ പ്രത്യേകത നോക്കൂ. നമ്മൾ ആദ്യം ചർച്ച ചെയ്തു ഡയഗണൽ മെട്രിക്സിൻ്റെ കാര്യം. എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി an identity matrix or unit matrix if the diagonal elements are unit or diagonal elements are 1. ഡയഗണൽ എലമെൻറ്റുകൾ യൂണിറ്റി ആയി വരികയോ ഡയഗണൽ എലമെൻറ്റ് 1 ആയിരിക്കുകയോ ചെയ്താൽ ആ ടൈപ്പ് ഡയഗണൽ മെട്രിക്സിന് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ഓർ യൂണിറ്റ് മെട്രിക്സ്. എന്ന് വെച്ചാൽ ഈ ഡയഗണൽ ഭാഗത്ത് വരുന്ന സംഖ്യ 1 ആയിരിക്കണം. ഈ മെട്രിക്സിന് ഞാൻ പറയുന്ന പേരാണ് I2. The I2, it means order 2. That means it contain 2 rows and 2 columns. Here it is I3. ദയവായി നിങ്ങൾ 3i എന്ന് എഴുതിയത് I3. എന്താ I3യുടെ അർത്ഥം? ഇറ്റ് കണ്ടെയ്ൻ 3 rows and 3 columns. 3 റോയും 3 കോളവും ഉണ്ട്. ദാറ്റ് ടൈപ്പാണ് I3. ക്യാപിറ്റൽ ഐ ആണ് ഡിനോട്ട് ചെയ്യുന്നത്, സ്മാൾ ഐ അല്ല. അപ്പോൾ എന്താണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്? എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി ആൻ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ യൂണിറ്റി ഓർ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ ടു 1. ഡയഗണൽ എലമെൻറ്റുകൾ 1 വരികയാണെങ്കിൽ, 1 ഒരേ അല്ല 1 വരികയാണെങ്കിൽ അത്തരം മെട്രിക്സിന് പറയുന്ന പേരാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ്. ഇതിന് യൂണിറ്റ് മെട്രിക്സ്. ഇതുമായിട്ട് ബന്ധമുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിനുണ്ടാവും. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ചാപ്റ്റർ തുടങ്ങി ഇത്ര എത്തിയപ്പോഴാണ് പറയുന്നത് ഇതുമായി ബന്ധമുള്ള ഒരു ക്വസ്റ്റ്യൻ എക്സാമിനുണ്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഐഡൻറ്റിറ്റി മീൻസ് 1 എന്ന് ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എ ഡയഗണൽ മെട്രിക്സ് ഈസ് സെറ്റ് ടു ബി എ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ് ഇഫ് ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ 1. ക്ലിയർ ആയല്ലോ? ഡയഗണൽ എലമെൻറ്റ് 1 ആയിട്ട് വരുന്ന ഡയഗണൽ മെട്രിക്സിന് പറയുന്ന പേരാണ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. ക്ലിയർ ആയല്ലോ? ഇനി മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മെട്രിക്സിന് അനേകം അതിനകത്തുള്ള എലമെൻറ്റുകൾക്ക് ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ മെട്രിക്സിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം എന്ന് നോക്കാം. ഏതൊരു മെട്രിക്സിനെയും AIJ ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. AIJ. I എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, I ഡിനോട്ട് ചെയ്യുന്നത് ith റോ, J ഡിനോട്ട് ചെയ്യുന്നത് jth കോളം. ith റോ jth കോളം. ith റോ jth കോളം. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ല. I എന്ന് ഡിനോട്ട് ചെയ്യുന്നത് റോയുടെ നമ്പറാണ്, J ഡിനോട്ട് ചെയ്യുന്നത് കോളത്തിൻ്റെ. ith റോ jth കോളം. ith റോ jth കോളം. ith റോ jth കോളം. I റോയെ സൂചിപ്പിക്കും, J കോളത്തെ സൂചിപ്പിക്കും. ith റോ jth കോളം. ശ്രദ്ധിക്കൂ, എ എന്ന് പറഞ്ഞ ഒരു 1 2. എന്തുവാ A12 എന്ന് വെച്ച് കഴിഞ്ഞാൽ? A12 ദാറ്റ് മീൻസ് എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ 1 2 മീൻസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. നെക്സ്റ്റ് A13, എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. A23, എന്തുവാ 23? സെക്കൻഡ് റോയിൽ തേർഡ് എലമെൻറ്റ്. A41, ഫോർത്ത് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് AIJ എന്ന്. ith റോ, I സൂചിപ്പിക്കുന്നത് റോയെ, J സൂചിപ്പിക്കുന്നത് കോളത്തെ. അപ്പോൾ നിങ്ങളോട് പറയുന്നു A22 എന്താണ്? എന്തായിരിക്കും A22? എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ 2 എലമെൻറ്റ്. ഏതാ 2 into 2 ആണോ? അല്ല, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എന്നാണ്. ഇങ്ങനെ നമുക്ക് മെട്രിക്സിന് ഓരോ സ്ഥാനത്തിനും റെപ്രസെൻ്റ് ചെയ്യുന്നതിന് IJ എന്ന് പറഞ്ഞ ഒരു ടേം ഉപയോഗിക്കുന്നു. മെട്രിക്സിൻ്റെ ഓരോ സ്ഥാനവും. അപ്പോൾ ആ പൊസിഷനെ ഡിപ്പെൻഡ് ചെയ്താണ് മെട്രിക്സിൻ്റെ ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്.
അപ്പോൾ ഞാനൊരു 3x3 മെട്രിക്സ് എഴുതി. അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. എ ഈസ് ഈക്വൽ ടു, ഇപ്പോൾ ഏതെന്നെ ആവണമെന്നില്ല, എപ്പോഴും ബിയും സിയും 3 ഒക്കെ ആകാം. 1 -1 3, 4 7 8, -9 -5 6. നോക്കൂ, ഫസ്റ്റ് എലമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെട്രിക്സിനെ ആൾറെഡി ഡിനോട്ട് ചെയ്യുന്നത് AIJ ആയിട്ടാണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ പേര് IJ സ്മാൾ. നോക്കൂ, A11 എന്തായിരിക്കും? A11 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെൻറ്റ് 1. നെക്സ്റ്റ് A12 ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ്. A13 ഫസ്റ്റ് റോയിലെ തേർഡ് എലമെൻറ്റ്. ക്ലിയർ ആയോ? നെക്സ്റ്റ് A21 അതെന്ത് സംഭവിച്ചു? സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അടുത്ത A22 എന്തായിരിക്കും? 7. A23 സെക്കൻഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 8. നെക്സ്റ്റ് A31 തേർഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് -9. A32 തേർഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് -5. A33 തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ് 6. ക്ലിയർ ആയോ? അങ്ങനെ നമുക്ക് A11 പൊസിഷൻ ഫസ്റ്റ് റോ ഫസ്റ്റ് എലമെൻറ്റ്, A22 പൊസിഷൻ സെക്കൻഡ് റോയിൽ സെക്കൻഡ് എലമെൻറ്റ്, A33 പൊസിഷൻ തേർഡ് റോയിൽ തേർഡ് എലമെൻറ്റ്. ദാറ്റ് ഈസ് AIJ എന്നാണ് മെട്രിക്സിനെ റെപ്രസെൻ്റ് ചെയ്യാറുള്ളത്. AIJ. I മീൻസ് ith റോ ആൻഡ് jth കോളം. I റോയെ ഡിനോട്ട് ചെയ്യുന്നു, J കോളത്തെ ഡിനോട്ട് ചെയ്യുന്നു. ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കുക, ഒരു മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യണം. മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് എൻ്റെ കയ്യിൽ ആകെ 5 എലമെൻറ്റുകളുണ്ട്, 5 സംഖ്യകളുണ്ട്. ഇത് വെച്ച് എനിക്ക് ഏതൊക്കെ ഓർഡറിലുള്ള മെട്രിക്സുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും? 5 എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഏതൊക്കെ ഓർഡറിലുള്ള മെട്രിക്സുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും? 5 എലമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഏതൊക്കെ ഓർഡറിലുള്ള മെട്രിക്സുകൾ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും? ശ്രദ്ധിക്കൂ, 5 എലമെൻ്റ് ഉണ്ട്. ഇതാ നോക്കൂ, ഒന്നുകിൽ ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് 1/5 മെട്രിക്സ് ആയിരിക്കും. അതല്ലെങ്കിൽ ഞാൻ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന 5/1 മെട്രിക്സ് ആയിരിക്കും. എന്താ ഇതിൻ്റെ മീനിങ്? 1/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോയും 5 കോളവും ഉള്ള മെട്രിക്സ്. ഒരു റോയും 5 കോളവും. മനസ്സിലായില്ല? ദാറ്റ് ഈസ്, നോക്കൂ, മനസ്സിലാകാത്തവർ നോക്കൂ, ഞാൻ ആ മെട്രിക്സ് കൺസ്ട്രക്റ്റ് ചെയ്ത് കാണിക്കാം. 5 എലമെൻറ്റേ ഉള്ളൂ. അത് ABCD ആണെങ്കിൽ ഇതാണ്ട് 5 എലമെൻ്റ് ഉള്ള മെട്രിക്സ്. ഇനി അതല്ലെങ്കിൽ ഇതിനെ എനിക്ക് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും? ABCDE. നോക്കൂ, 5 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഒന്നുകിൽ 1/5 മെട്രിക്സ് അല്ലെങ്കിൽ 5/1 മെട്രിക്സ്. അല്ല 2.5 വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 3.5 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാ നോക്കൂ, 5 എലമെൻറ്റുകൾ ഉണ്ടെങ്കിൽ 1/5 മെട്രിക്സും 5/1 മെട്രിക്സും. ക്ലിയർ ആയല്ലോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പ വഴിയെന്ന് വെച്ചാൽ ആ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ നോക്കിയാൽ മതി. പോസിബിളായിട്ടുള്ള 5 പ്രോഡക്റ്റ് കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ് നോക്കണം. 5 പ്രോഡക്റ്റ് കിട്ടുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? 1 × 5 = 5. അപ്പോൾ 1 റോയും 5 കോളവും. തിരിച്ച് 5/1 ദാറ്റ് ഈസ് 5 × 1 = 5. 5 റോയും ഒരു കോളവും. ക്ലിയർ ആയോ? ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയേ, 9 എലമെൻറ്റ്സ് വരികയാണെങ്കിൽ 9 എലമെൻറ്റുകൾ ആകെ ഉണ്ട്. ഏതൊക്കെ മെട്രിക്സുകൾ ഫോം ചെയ്യാൻ പറ്റും? 9 മെട്രിക്സ് ഓർഡറാണെങ്കിൽ 1/9 മെട്രിക്സ് ഫോം ചെയ്യാം, 9/1 മെട്രിക്സ് ഫോം ചെയ്യാം, 3/3 മെട്രിക്സ് ഫോം ചെയ്യാം. ക്ലിയർ ആയോ? പോസിബിൾ വേസ് ആണ്. 1 റോ 9 കോളം, 9 കോളം 1 റോ, 3 കോളം 3 റോസ് ആൻഡ് 3 കോളം. 1 റോയും 9 കോളവും, 9 റോയും 1 കോളവും, 3 റോസും 3 കോളവും. എന്ന് വെച്ചാൽ അർത്ഥം 9 റോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എലമെൻറ്റുകളുടെ എണ്ണം വെച്ചാണ്.
അപ്പോൾ 9 എലമെൻ്റ് ഉണ്ടെങ്കിൽ ഈ ഓർഡറിലുള്ള മെട്രിക്സുകളൊക്കെ ഫോം ചെയ്യാൻ പറ്റും. 1/9 മെട്രിക്സ്, 9/1 മെട്രിക്സ് ആൻഡ് 3/3 മെട്രിക്സ്. ഇനി 12 എലമെൻ്റ് ഉണ്ടെങ്കിലോ? 12 എലമെൻറ്റ്സ് ഉണ്ട്. 12 എലമെൻ്റ് വരികയാണെങ്കിൽ ശ്രദ്ധിക്കൂ, 4/3 മെട്രിക്സ് ആകാം, 3/4 മെട്രിക്സ് ആകാം, ഇനി 6x2 മെട്രിക്സ് ആകാം, 2x6 മെട്രിക്സ് ആകാം, അടുത്തത് 1/12 മെട്രിക്സ് ആകാം, 12/1 മെട്രിക്സ് ആകാം. ദാറ്റ് ഈസ്, ഞാൻ ഇടയ്ക്ക് മൾട്ടിപ്ലിക്കേഷനോടെ ചേർത്ത് പറഞ്ഞു. എന്തിനു വേണ്ടിയാ? ആ ഗുണനപ്പട്ടിക മൾട്ടിപ്ലിക്കേഷൻ ടേബിളുള്ള എല്ലാ ഓർഡറിലുള്ള മെട്രിക്സും ഫോം ചെയ്യാൻ പറ്റും. 12 എലമെൻ്റ് ഉണ്ടെങ്കിൽ 4/3 ആകാം, 3/4 ആകാം, 6/2 ആകാം, 2/6 ആകാം, 1/12 ആകാം, 12/1 ആകാം. ഇത്രയും ഓർഡറുള്ള മെട്രിക്സുകൾ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ക്ലിയർ ആയല്ലോ? 1/9, 9/1, 3/3. ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇക്വാളിറ്റി ഓഫ് 2 മെട്രിക്സസ്. 2 മെട്രിക്സുകളുടെ ഇക്വാളിറ്റി മീൻസ് ഈക്വൽ ആവുന്ന കണ്ടീഷൻ. 2 മെട്രിക്സുകൾ ഈക്വൽ ആകണം എന്നുണ്ടെങ്കിൽ അവ സെയിം നമ്പർ ഓഫ് റോസും സെയിം നമ്പർ ഓഫ് കോളംസും ആയിരിക്കണം. 2 മെട്രിക്സസ് ആർ ഈക്വൽ ഇഫ് ദ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആർ ഈക്വൽ. 2 മെട്രിക്സുകൾ തുല്യമാകണമെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ ആയിരിക്കണം. ഇതാ നോക്കൂ, ഹിയർ എ ബി സി ഡി എന്ന് പറഞ്ഞ ഫസ്റ്റ് മെട്രിക്സ്, ബി ഈസ് ഈക്വൽ ടു 1 2 3 4 എന്ന് പറഞ്ഞ സെക്കൻഡ് മെട്രിക്സ്. എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് എ ബി സി ഡി. ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് 1 2 3 4. ദെൻ എ ഈസ് ഈക്വൽ ടു ബി. എയും ബിയും ഈക്വൽ മെട്രിക്സുകളാണ്. എന്താ ഈക്വൽ പറയാൻ കാര്യം? 2 മെട്രിക്സുകളിലും സെയിം ഓർഡറാണ്, സെയിം ഓർഡറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഈക്വൽ എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക, ഇതൊരു 2/2 മെട്രിക്സ് ആണ്. ഹിയർ ഇറ്റ് ഈസ് ആൾസോ 2/2. ദെൻ വി കാൾഡ് എ ഈസ് ഈക്വൽ ടു ബി. 2 മെട്രിക്സുകൾ ഈക്വൽ ആകണമെന്നുണ്ടെങ്കിൽ അവ സെയിം ഓർഡറിൽ ഉള്ളതായിരിക്കണം. ശ്രദ്ധിച്ചല്ലോ, സെയിം ഓർഡറിൽ ഉള്ളതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കൂ, സെയിം ഓർഡറാണുള്ളതെങ്കിൽ അവയുടെ ടേമുകളും ഈക്വലായിരിക്കും. എന്ന് വെച്ചാൽ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും ഈക്വലായിരിക്കും. ഇവിടുത്തെ ഒന്നാമത്തെ എലമെൻറ്റും ഇവിടുത്തെ ഒന്നാമത്തെ എലമെൻറ്റും ഈക്വലായിരിക്കും. ഇവിടുത്തെ രണ്ടാമത്തെ എലമെൻറ്റും ഈക്വലായിരിക്കും. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻ്റായ ഈ മെട്രിക്സിലെ എലമെൻറ്റും സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും തമ്മിൽ ഈക്വലായിരിക്കും. സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും നെക്സ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് മെട്രിക്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയോ പറഞ്ഞത്? അവ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ്, ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. എ ഈസ് ഈക്വൽ ടു 1, ദെൻ ബി ഈസ് ഈക്വൽ ടു 2, സി ഈസ് ഈക്വൽ ടു 3, ഡി ഈസ് ഈക്വൽ ടു 4. ശ്രദ്ധിക്കൂ, ഇവിടെ A11 പൊസിഷനുള്ള എലമെൻറ്റും ഹിയർ B11 പൊസിഷനുള്ള എലമെൻറ്റും ബി എന്ന് പറഞ്ഞ മെട്രിക്സ് ആയതുകൊണ്ടാണ് B11 എന്ന് ഞാൻ പറഞ്ഞത്. ഇത് രണ്ടും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. A11ഉം B11ഉം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു 1. A12ഉം B12ഉം ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് ബി ഈസ് ഈക്വൽ ടു 2. സി എലമെൻറ്റിൻ്റെ കോഡത്രയാണ്? സി എന്ന് പറഞ്ഞ എലമെൻറ്റിൻ്റെ, അതായത് C21 ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ 21 ഈസ് ഈക്വൽ ടു ബി എന്ന് പറഞ്ഞ മെട്രിക്സിലെ 21. ദാറ്റ് ഈസ് സി ഈസ് ഈക്വൽ ടു 3. ആൾസോ ഡി ഈസ് ഈക്വൽ ടു 4. അപ്പോൾ 2 മെട്രിക്സുകൾ തമ്മിൽ ഈക്വൽ ആണെങ്കിൽ അവയുടെ ഓർഡറുകൾ ഈക്വൽ ആയിരിക്കണം. ഇനി ഈക്വൽ ആയാൽ അവയുടെ പൊസിഷനിലുള്ള സെയിം പൊസിഷനിലുള്ള ഒരേ സ്ഥാനത്തുള്ള സംഖ്യകൾ ഈക്വൽ ആയിരിക്കും. നോക്കൂ, ഇതിനൊരു എക്സാമ്പിൾ കൂടി പറയാം.
ശ്രദ്ധിക്കുക, എ ഈസ് ഈക്വൽ ടു ബി ആണ്. എ എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഇതിനകത്തുനിന്നും വേരിയബിളിൻ്റെ വില കാണുന്ന ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ദാറ്റ് ഈസ് എയുടെയും ബിയുടെയും സിയുടെയും ഒക്കെ വാല്യൂ കാണുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിനൊക്കെ പലവട്ടം ചോദിച്ചിട്ടുണ്ട്. നോക്കൂ, എ ബി 2c d-2. Here a is equal to -1, b is equal to 3. എയുടെ വാല്യൂ -1, ബിയുടെ വാല്യൂ 3. ആൾസോ 2c is equal to 5. ശ്രദ്ധിച്ചു, 2c സമം 5 ആയാൽ c is equal to 5/2. ആൾസോ d-2 is equal to 7. d-2 7 ആണ്. Then d is equal to 7 plus 2 is equal to 9. നോക്കൂ, a is equal to -1, b is equal to 3, 2c is equal to 5, d-2 is equal to 7. 2c 5 ആയാൽ cയുടെ വില 5/2. d-2 is equal to 7. Then d is equal to 7 plus 2 9. ക്ലിയർ ആയോ? ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞെന്തുവാ, ഇക്വാളിറ്റി ഓഫ് ടു മെട്രിക്സസ്. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെങ്കിൽ, ഇഫ് ടു മെട്രിക്സസ് ആർ ഈക്വൽ ദെൻ ദ നമ്പർ ഓഫ് റോസ് ആൻഡ് നമ്പർ ഓഫ് കോളംസ് ആർ ഈക്വൽ. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവയുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ അവയുടെ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആയിരിക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് നമ്മളൊരു കാര്യം പഠിക്കുകയാണ്, അല്പം ഓർഡർ തെറ്റിച്ചാണ് അത് പഠിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. ഒരു സ്ഥിരസംഖ്യ കൊണ്ട് ഒരു മെട്രിക്സിനെ എങ്ങനെ ഗുണിക്കാം? കാര്യം ഇത് അടുത്ത ടോപ്പിക്സിനകത്ത് വേണ്ടതാണ്, അതുകൊണ്ടാണ് അല്പം നേരത്തെ പഠിപ്പിക്കുന്നത്. മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ. ശ്രദ്ധിക്കൂ, എ ഈസ് ഈക്വൽ ടു 1 2 3 4. ദെൻ 2a ഈസ് ഈക്വൽ ടു, ദാറ്റ് ഈസ് എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ എവരി എലമെൻറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റൻറ്റ് 2. അതിനകത്തുള്ള എല്ലാ എലമെൻറ്റുകളെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ സംഖ്യകളെയും, ദാറ്റ് ഈസ് 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into 4 8. എവരി എലമെൻറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റൻറ്റ്. എല്ലാ എലമെൻറ്റുകളെയും ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കൂ, ആൾസോ അനദർ എക്സാമ്പിൾ, b is equal to 1 minus 3 4, 7 6 1. ശ്രദ്ധിക്കുക, 3b is equal to 3 into 1 3 minus 9 12, 21 18 3. ഓരോ എലമെൻറ്റുകളെയും ഞാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ക്ലിയർ ആയല്ലോ? അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കേലാർ, ദാറ്റ് മീൻസ് എവരി കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ദാറ്റ് കോൺസ്റ്റൻറ്റ് നെയിം ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ എവരി എലമെൻറ്റ് ഓഫ് ദ മെട്രിക്സ്. മൾട്ടിപ്ലൈ ചെയ്യേണ്ട സംഖ്യയെ അതിനകത്തുള്ള ഓരോ സ്ഥിരസംഖ്യ കൊണ്ടും അതിനകത്തുള്ള ഓരോ എലമെൻറ്റുകൾ കൊണ്ടും ഈ സ്ഥിരസംഖ്യയെ മൾട്ടിപ്ലൈ ചെയ്യണം. ക്ലിയർ ആയല്ലോ? നോക്കൂ, എ ഈസ് ഈക്വൽ ടു 1 2 3 4, 2a ഈസ് ഈക്വൽ ടു 2 into 1 2, 2 into 2 4, 2 into 3 6, 2 into 4 8. ആൾസോ ബി തന്നിട്ടുണ്ട് 3b. എവരി എലമെൻറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റൻറ്റ്. ഇവിടെ ഞാനിത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട്, ഒരു മെട്രിക്സിലാണെങ്കിൽ മാത്രം. ഇത് കഴിഞ്ഞ് നമ്മൾ വേറെ ടേം പഠിക്കും, അതിനകത്ത് അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാറില്ല. മെട്രിക്സിനകത്ത് മാത്രമേ എവരി എലമെൻറ്റ് ഷുഡ് ബി മൾട്ടിപ്ലൈഡ് ബൈ ദാറ്റ് കോൺസ്റ്റൻറ്റ്. എല്ലാ എലമെൻറ്റുകളെയും ആ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. നോക്കൂ,
അഡിഷൻ ഓഫ് ടു മെട്രിക്സസ്. മെട്രിക്സിൻ്റെ പ്ലൂറലാണ് മെട്രിക്സസ്. ശ്രദ്ധിക്കുക, രണ്ട് മെട്രിക്സുകൾ നമുക്ക് എങ്ങനെ ആഡ് ചെയ്യാം, അവയുടെ തുക അഥവാ സമ്മ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. മെട്രിക്സ് ആഡ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആവുന്ന കണ്ടീഷൻ. ഇപ്പോൾ രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം അവ സെയിം ഓർഡർ ആണോ. അവ സെയിം ഓർഡർ ആണോ എന്ന് നോക്കുക. സെയിം ഓർഡർ ആണെങ്കിൽ മാത്രമേ അഡിഷന് പോസിബിൾ ആകത്തുള്ളൂ. എന്താ സെയിം ഓർഡർ? നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഈക്വൽ ആണോ നോക്കണം. ആഡ് ചെയ്യപ്പെടേണ്ട രണ്ട് മെട്രിക്സിലെയും റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദാറ്റ് ഈസ് ഒരു 2/2 മെട്രിക്സിൻ്റെ കൂടെ വേറെ 2/2 മെട്രിക്സേ ആഡ് ചെയ്യാൻ പറ്റൂ. ഒരു 3/3യുടെ കൂടെ വേറെ 3/3 മെട്രിക്സേ ആഡ് ചെയ്യാൻ പറ്റൂ. ഒരു 1/4ൻ്റെ കൂടെ വേറെ 1/4 മെട്രിക്സേ ആഡ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ രണ്ട് മെട്രിക്സുകൾ അഡിഷന് സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ ദേ ആർ ഓഫ് ദ സെയിം ഓർഡർ. അവ എന്തായിരിക്കണം? സെയിം ഓർഡറിലുള്ളവ ആയിരിക്കണം. രണ്ട് മെട്രിക്സുകൾ അഡിഷന് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ അവ സെയിം ഓർഡറുള്ളവയായിരിക്കണം. അതായത് ഒരു 2/2 മെട്രിക്സും ഒരു 3/3 മെട്രിക്സും ആഡ് ചെയ്ത് ശ്രദ്ധിക്കൂ. 1 2 3 4 എന്ന് പറഞ്ഞൊരു മെട്രിക്സും 7 - 1 8 2 എന്ന് പറഞ്ഞ മെട്രിക്സൂടെ അഡിഷന് പോസിബിൾ ആണ്. സെയിം ടൈം നോക്കൂ, 1 2 3 4 7 8 7 1 8 3 ഈ മെട്രിക്സുകൾ തമ്മിൽ ഒരിക്കലും അഡിഷന് പോസിബിൾ അല്ല. എന്താ കാര്യം? ഇതിനകത്ത് 2 റോയും 3 കോളവും ഉണ്ട്. ഹിയർ ഇറ്റ് ഈസ് 2 rows and 2 columns. സിൻസ് ദ ഓർഡേഴ്സ് ആർ നോട്ട് സെയിം, ഓർഡറുകൾ സെയിം അല്ല, നമ്പർ ഓഫ് റോയും നമ്പർ ഓഫ് കോളവും ഈക്വൽ അല്ല, ദേ ആർ നോട്ട് സ്യൂട്ടബിൾ ഫോർ അഡിഷൻ. അവ എന്തിന് സ്യൂട്ടബിൾ അല്ല? അഡിഷൻ പ്രോസസ്സിന് സ്യൂട്ടബിൾ അല്ല. ക്ലിയർ ആയല്ലോ? ശ്രദ്ധിക്കുക, എങ്ങനെയാണ് മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഹിയർ എ ഈസ് ഈക്വൽ ടു നോക്കൂ A11 A12 B11 B12 be the matrix. B is equal to B11 B12 B21 B22 be another matrix. Then A plus B is equal to A11 plus B11 A12 plus B12 B11 plus B21 B12 plus B22. ശ്രദ്ധിക്കുക, 2 മെട്രിക്സസ് ആഡ് ചെയ്യുന്ന വിധമാണ് ചെയ്തിരിക്കുന്നത്. A11 പൊസിഷനും B11 പൊസിഷനോട് ആഡ് ചെയ്യും. A12 പൊസിഷനും B12 പൊസിഷനോട് ആഡ് ചെയ്യും. A21 പൊസിഷനും 12 വേണ്ട 21 പൊസിഷനും A22 പൊസിഷനോട് ആഡ് ചെയ്യും. ഇവിടെയും അത് തന്നെ 21ഉം 22ഉം. B21 പ്ലസ് A21 പ്ലസ് A21 B2 തിരുവനന്തപുരം പോയി നോക്കൂ. A21ഉം B21നൂടെ ആഡ് ചെയ്യും. അതേപോലെ A22ഉം B22 ആഡ് ചെയ്യും. നോക്കൂ, A11ഉം B11ഉം A12ഉം B12ഉം A21ഉം B21ഉം A22ഉം B22 മെട്രിക്സോടാണ് ആഡ് ചെയ്യുന്നത്. A21 പ്ലസ് B21 A22 പ്ലസ് B22. അതായത് രണ്ട് മെട്രിക്സുകൾ ആഡ് ചെയ്യുമ്പോൾ അവയുടെ സിമിലർ പൊസിഷൻ തമ്മിൽ ആഡ് ചെയ്യണം. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും നെക്സ്റ്റ് മെട്രിക്സിലെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റും, സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും നെക്സ്റ്റ് മെട്രിക്സിലെ സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലമെൻറ്റും ഇവയാണ് മൾട്ടിപ്ലിക്കേഷൻ ആഡ് ചെയ്യേണ്ടത്. A പ്ലസ് B ഈസ് ഈക്വൽ ടു ഇങ്ങനെ കിട്ടി. ഇനി അവയെ സംബന്ധിച്ച് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. മെട്രിക്സിൻ്റെ അഡീഷനുമായിട്ട് ബന്ധമുള്ള പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ് എന്ന് നോക്കാം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക,
ആൾറെഡി നിങ്ങൾക്കറിയാം എയും ബിയും സെയിം ഓർഡർ ആണെങ്കിൽ മെട്രിക്സ് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് ബി പ്ലസ് എ. അതായത് എയുടെ കൂടെ ബി കൂട്ടിയാലും ബിയുടെ കൂടെ എ കൂട്ടിയാലും സെയിം ആൻസറാണ്. ഇതിനെ നമ്മൾ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയും. എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. നെക്സ്റ്റ് വൺ, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. എ പ്ലസ് ബിയുടെ കൂടെ സി കൂട്ടിയാലും ബി പ്ലസ് സി കൂട്ടിയ ശേഷം എ കൂട്ടിയാലും ആ ഓർഡർ ശ്രദ്ധിക്കുക. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഇതിനെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നു. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി നോക്കൂ. എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ആ പ്രോപ്പർട്ടിക്ക് പറയുന്ന പേരാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് തേർഡ് വൺ, എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ കൂടെ സീറോ മെട്രിക്സ് കൂട്ടിയാലും സീറോ മെട്രിക്സിൻ്റെ കൂടെ എ കൂട്ടിയാലും ആൻസർ എ ആയിരിക്കും. അതിനെ നമ്മൾ ഐഡൻറ്റിറ്റി ലോ എന്ന് പറയും. സീറോ ഐഡൻറ്റിറ്റി. നോക്കൂ, എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ കൂടെ സീറോ മെട്രിക്സ് ആഡ് ചെയ്താലും സീറോ മെട്രിക്സിൻ്റെ കൂടെ എ ആഡ് ചെയ്താലും ആൻസർ എ ആയിരിക്കും. അടുത്തത്, എ എന്ന് പറഞ്ഞ മെട്രിക്സിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് സൈൻ ആഡ് ചെയ്താലും നെഗറ്റീവുള്ള അതിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് ആഡ് ചെയ്താലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് എ പ്ലസ് മൈനസ് എ ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് എ ഈസ് ഈക്വൽ ടു സീറോ. അതിന് ഇൻവേഴ്സ്, അഡിറ്റീവ് ഇൻവേഴ്സ് എന്ന് പറയും. ഇത് ആൾറെഡി നിങ്ങൾ പല ഭാഗത്തും പഠിച്ചിട്ടുള്ളതാണ്. കോംപ്ലക്സ് നമ്പറിൽ പഠിച്ചു, എല്ലായിടവും പഠിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, അഡീഷൻ ഓഫ് ടു മെട്രിക്സ് ആണ്. ഇഫ് എ ആൻഡ് ബി ആർ ടു മെട്രിക്സസ് ദെൻ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. ദറ്റ് ഈസ് കാൾഡ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. നെക്സ്റ്റ്, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ദറ്റ് ഈസ് കാൾഡ് അസോസിയേറ്റീവ്. നെക്സ്റ്റ്, എ പ്ലസ് സീറോ ഈസ് ഈക്വൽ ടു 0 plus a is equal to a. That is zero identity. That is a plus minus a is equal to minus a plus a. ഒരു മെട്രിക്സ് അതിൻ്റെ വിപരീത ചിഹ്നം ഓരോ എലമെൻറ്റുകളുടെയും അതിൻ്റെ കൂടെ അതിൻ്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലും ആൻസർ സെയിം ആയിരിക്കും. ദാറ്റ് ഈസ് 5 എന്ന് പറഞ്ഞ എലമെൻറ്റ് അതിൻ്റെ നെഗറ്റീവ് എടുക്കുന്നു. ദാറ്റ് ഈസ് -5. രണ്ടിനും കൂടെ സം എന്തെയാണ്? 0 ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഒരു മെട്രിക്സിൻ്റെയും അതിൻ്റെ നെഗറ്റീവ് ഫാക്റ്റുള്ള മെട്രിക്സിൻ്റെയും നെഗറ്റീവ് മെട്രിക്സിൻ്റെയും കൂടെ സമ്മ് 0 ആയിരിക്കും. അപ്പോൾ -7 വന്നാൽ അതിൻ്റെ നെഗറ്റീവ് ദാറ്റ് ഈസ് +7. -7 + +7 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടിയാണ് മെട്രിക്സ് അഡിഷനകത്ത് ഉള്ളത്. ഏതൊക്കെ? ഒന്നാമത്തത് സെയിം ഓർഡർ ആയിരിക്കണം. സെക്കൻഡ് വൺ, എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ബി പ്ലസ് എ. തേർഡ് വൺ, എ പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. ഫോർത്ത് വൺ, a plus 0 is equal to 0 plus a is equal to a. Last, a plus minus a is equal to minus a plus a is equal to 0. ഒന്നാമത്തെ പ്രോപ്പർട്ടി മറക്കണ്ട, അവ ആഡ് ചെയ്യുമ്പോൾ സെയിം ഓർഡർ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. നന്ദി.